ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇതാട്ടോ പത്തിരിയൊക്കെ തലേ ദിവസം തന്നെ പരത്തിയിട്ട് ഒരു കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ്. നമ്മളെ മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവരൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പത്തിരികളൊക്കെ ഓരോന്നായിട്ട് ചുട്ട് വയ്ക്കട്ടെ. പത്തിരി സ്കൂളിലുള്ള ദിവസമൊന്നും ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഴയ്ക്കാനും പരത്താനും ഒക്കെ നമുക്ക് ഒരുപാട് സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിൽക്കലില്ല. ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ തലേ ദിവസം തന്നെ ഈ പരിപാടിയൊക്കെ എന്നിട്ട് കഴിച്ച് വെച്ചിട്ടുണ്ട്. കുഴയ്ക്കലും പരത്തലൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പരത്തിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പത്തിരി സുഖത്തിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, പത്തിരി കഴിക്കാൻ കൊതിയായി കഴിഞ്ഞതുകൊണ്ട് പിന്നെ അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇക്കന്നെ മടുപ്പാണ് കേട്ടോ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കലും കൂടി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഉദ്ദേശം. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊന്നും തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പത്തിരിക്ക് എപ്പോഴും കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെയാണല്ലേ. നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ. സാധാരണ എല്ലാവരുടെ വീട്ടിലും പത്തിരിയൊക്കെ എപ്പോഴും ഉണ്ടാക്കും. മലപ്പുറം സ്പെഷ്യൽ പത്തിരി. പക്ഷേ ഇതെന്താ വെച്ചാൽ കള്ളപ്പണിയാണ് കേട്ടോ. നല്ല രാത്രി പരത്തിയതൊക്കെ ആയതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അതിൻ്റെ സൈഡൊക്കെ കണ്ടങ്ങൾ പൂ പോലെ നിൽക്കണം, അങ്ങനെയൊന്നും നിൽക്കില്ല കേട്ടോ. ശരിക്കും നന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ല റൗണ്ടിൽ നിൽക്കും. ഇത് ഞാൻ പറയുകയാണ്, ഇത് അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. പരത്തല്ലല്ല കേട്ടോ. പിന്നെ നന്നാവുക, നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. ആ കുഴയിലാണ് പത്തിരീൻ്റെ ഭംഗിയും ബൗസും എന്നറിയില്ലേ, അതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ ചുടട്ടെ. അപ്പോൾ ഞാൻ ചോറിനുള്ള ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഗീ റൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം അളന്നിട്ട് അവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്. 3 നാഴി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറവ് അരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും വേഗം വേവില്ല. പത്തിരി തലേദിവസം പരത്തി വെച്ചതിനെ കൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാവിലെ നീക്കി അത്തിരി മടി പിടിച്ചു. കാരണം എന്താ വെച്ചാൽ രാവിലെ കാര്യമായിട്ട് ഇനിയിപ്പോൾ കടി ഇത് ചുട്ടെടുത്താൽ മതിയല്ലോ. കറി തലേദിവസത്തിന് ഉണ്ടാവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീക്കാൻ വൈകിയതിനെ കൊണ്ട് തന്നെ നമ്മളെ ചോറ് വേവില്ലെന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ റൈസ് കുക്കറിൽ ഇത്തിരി നെയ്ച്ചോറ് വെക്കാണ്. അപ്പോൾ ഇതാക്കണ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഡാൽഡയും സൺഫ്ലവർ ഓയിലും കുറച്ച് നാരങ്ങ നീരും പിന്നെ നമ്മളെ പട്ട ഗ്രാമ്പൂ ഏലക്കായ സംഭവങ്ങളുണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളം അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ അരിയൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അരി ഇടാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മളൊന്നും അതിൽ കൊടുന്ന് തിളച്ചാൽ മതി. പിന്നെ നമ്മളെ തെർമൽ കുക്കർ ഉണ്ടല്ലോ, അതിക്കങ്ങോട്ട് ഇറക്കി വെക്കുക. പിന്നെ ഒരു അരമണിക്കൂർ അതിൽ കിടന്ന് ആകുമ്പോഴേക്കും നമ്മളെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പത്തിരിയൊക്കെ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളെ ചോറ് അപ്പോഴേന് ഒരു 5 മിനിറ്റ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണം നമ്മളെ തെർമൽ കുക്കറിലേക്ക് ഇറക്കിയും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചോറിക്കും പത്തിരിക്കും ഒക്കെ ചിക്കൻ കറി തന്നെ മതി കേട്ടോ. ആർഭാടം കാട്ടണ്ടല്ലോ. ചിക്കൻ കറിക്ക് നെയ്ച്ചോറിക്കാണെന്നുണ്ടെങ്കിലും പത്തിരിക്കാണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണല്ലോ. അപ്പോൾ അതാ തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന കറിയാണ്. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. കറി ഇത്തിരി നീണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചോറിക്കും പത്തിരിക്കൊക്കെ ഇത് വേണമല്ലോ. നല്ല കൂട്ടി പറഞ്ഞ് തിന്നണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കറിയൊക്കെ വേണം. ചിക്കൻ കറി അവിടെ അടുപ്പത്ത് വെച്ചപ്പോഴും കേട്ടോ നമ്മളെ പൂച്ചക്കുട്ടന്മാർക്ക് നല്ല സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ എത്തുമ്പോഴേക്കും നോക്കണം കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഒരു ഞാനവിടെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചായ ലാസ്റ്റ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. നല്ല ചൂട് പോലുള്ള ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കലില്ല. അപ്പോൾ അതിക്ക് പാലും വെള്ളമൊക്കെ ഒപ്പം വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായപ്പൊടിയിൽ ഞാൻ ഇത്തിരി ഏലക്കായ പൊടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മളെ ചായക്കൊക്കെ ഉണ്ടാവുക. പിന്നെ ചായ കുടിക്കാനുള്ള ഒരുക്കങ്ങളായി. അപ്പോഴത്തേക്കും പിന്നെ നമ്മളെ ചോറ് എന്തായി എന്നൊന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെന്ത് ഉടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചോറായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ നെയ്യ് ഇട്ടിട്ടില്ലല്ലോ. നെയ്ച്ചോറ പേര് മാത്രമല്ല ഉണ്ടായിട്ടുള്ളൂ, നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിന് നെയ്യ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് സ്കൂളിലേക്ക് കൊടുത്ത് വിടാൻ ഇത് മതി കേട്ടോ. ഇതും ചിക്കൻ കറി മതി. അപ്പോൾ അതാ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചോറൊന്നിനും ഒട്ടിലോ പിടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കാത്തതൊന്നും ഉണ്ടാക്കി വെക്കും കേട്ടോ. റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വാർപ്പിൻ്റെ മുകളിലേക്ക് അത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടങ്ങളെ ചമ്മല നിറഞ്ഞിട്ടുണ്ട്. ഒരു 4 ചാക്ക് ചമ്മല.
ഈ കാറ്റ് കാരണം പ്ലാവുണ്ട്, റബ്ബറുണ്ട്, അതിനെ കൊണ്ടാണ് കേട്ടോ വീടിൻ്റെ മുകള ആകെ ചമ്മലം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അടിച്ചു വാരട്ടെ എന്ന് വിചാരിച്ച് കയറിയതാണ്. പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. ഞാതിക്കുന്നത് നമുക്ക് നട്ട് പിടിപ്പിക്കണേ. അടിച്ചു നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ ആലോചിച്ച്, പുത്തൻമണ്ണ് പരപ്പറ അടിക്കുന്നല്ലേ, പുത്തൻമണ്ണൊന്നും അല്ലാത്തതുകൊണ്ട് പരപ്പുറത്തേക്കൊന്നും കയറില്ല കേട്ടോ. തമാശ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ തന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് കാണിച്ചു തരാറില്ലേ, നല്ല ചമ്മലം ഉണ്ടാവുകയെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ എന്നും 2 നേരം തരണമായിരിക്കും മിക്കവാറും ദിവസം അടിക്കലുണ്ട്. ഇതാകുമ്പോൾ പിന്നെ എന്നൊന്നും അത് കയറില്ല കേട്ടോ. ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴാവും ചിലപ്പോൾ കയറുക. അടിക്കാൻ വേണ്ടിയിട്ട് കയറും. മുരിങ്ങമരമൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കൊക്കെ കയറലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അടിച്ചു വരുമ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂര്യനല്ലേ, അപ്പോൾ ഒരു 4 ചാക്ക് ചമ്മല ഇതിൻ്റെ മുകളിൽ നിന്ന് അടിച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചമ്മലകളൊക്കെ ആകെ കൂടി കിടക്കുകയാണ് കേട്ടോ. മുറ്റടിക്കുന്നത് ചിലപ്പോൾ ഞാൻ കാട്ടി തരലില്ലേ. അപ്പോൾ ഒരു 4 ദിവസം മുറ്റടിക്കാതെ കിടന്ന് കഴിഞ്ഞാൽ അവസ്ഥ അങ്ങനെ തന്നെയാവും കേട്ടോ. ഇത്ര അടിച്ചിട്ടും കാര്യമില്ല. നിറയതുണ്ടോ, കുറേ പ്ലാവും കുറേ റബ്ബറൊക്കെ ആയിട്ടേ മൊത്തമായിട്ട് വൃത്തിയായി കിടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് വരട്ടെ കേട്ടോ. ഇനി അപ്പോൾ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ആരും ഇവിടെ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒന്നും മുണ്ടി പറയാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളെ നിലത്ത് കിടക്കുന്നത് കാണുന്നില്ലല്ലേ വെള്ളപ്പൂച്ചേനെ. എങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ അറിഞ്ഞത്? അപ്പം മുരിങ്ങ മരത്തുമ്മ കൂടെ കയറി പോന്നതാണ്. എങ്ങോട്ട് പോണേ? നീ വാ, നമുക്ക് അടിച്ചു വരാം. വരൂ, നീ എന്നെ സഹായിക്കുമോ? അപ്പോൾ നമ്മളെ മുറ്റൊക്കെ അടിച്ച് മുറ്റല്ല ടെറസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇതാണ് നമുക്ക് പാര. പ്ലാവും കുറേ റബ്ബറും പിന്നെ മുരിങ്ങാക്കായ ഉണ്ടാവണേ. മുരിങ്ങാമ്പൽ കായ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പൂവാണ് ഇട്ടത്. മുരിങ്ങാക്കായ ഉണ്ടാവണ മരമാണ്. എല്ലാ മരത്തുമ്മലൊന്നും മുരിങ്ങാക്കായ ഉണ്ടാവില്ല, ചില മരത്തിലൊക്കെ കാണുള്ളൂ. ഇതുമ്മ നല്ല കായ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഇട്ടത്. കണ്ട പൂവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്നുവെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ